കോൺഗ്രസ്സുകാർക്ക് വേറൊന്നും പറയാനില്ലല്ലോ. ഒരു അഴിമതിയോ മറ്റുള്ളതൊന്നും പറയാനില്ല. അതുകൊണ്ട് രാവിലെ ആകുമ്പം ഡീലെന്ന് പറയുന്നതല്ലാതെ വേറെ എന്താണ് അവർക്ക് പറയാനുള്ളത്? ഏത് പത്രം നോക്കിയാലും ഡീലെന്നല്ലേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും പറയുന്നില്ലല്ലോ. പുള്ളിക്ക് രണ്ടാമതാണ് ജയിക്കാൻ സാധ്യതയുണ്ട്. വികസന പ്രവർത്തനങ്ങൾ നല്ലോണം നടത്തിയിട്ടുണ്ട്. പിന്നെ പുതിയൊരു ഹോസ്പിറ്റൽ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ഇവിടുത്തെ പുരാതനം വെച്ച് PM വാസവനാണ് ഇവിടെ ജയിക്കേണ്ടത്. അത്യാവശ്യം അതിനല്ല NDF ആണ് വീണ്ടും അധികാരത്തിൽ വരും എന്നത് ആരും സംശയമില്ല അക്കാര്യത്തിൽ. CPM BJP കൂട്ടുകെട്ടിന്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ നുണ പറയുന്ന ഒരു വ്യക്തി പറയുന്നത് കേട്ട് ജനം അതുമെല്ലാം വിശ്വസിക്കും. അതൊന്നും ജനം വിശ്വസിക്കുകയല്ല. പക്ഷേ എന്നും പറഞ്ഞ് 10 പ്രാവശ്യം കള്ളത്തരം പറയുമ്പോൾ ഒരു 2 പേരേലും വിശ്വസിക്കുകയല്ലേ. അതിനുവേണ്ടി അവർ മൊത്തം ഇങ്ങനെ കള്ളത്തരം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചേട്ടാ, അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പം അടുത്തത് ഏത്, അതായത് പിണറായി വിജയൻ 3ാമത് ഭരണത്തിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട് വരും. അതിനുള്ള കാരണം എന്താണ്? കാരണം ഭയങ്കര പെൻഷൻ പൈസ അതും ഇതെല്ലാം കൊടുക്കുന്ന പുള്ളിയാണ്. പാലം എല്ലാ ബാത്മനായി പാലം എല്ലാ വിതരണം എല്ലാം പുള്ളിയാണ് ചെയ്യുന്നത്. എല്ലാ പരിപാടിയും പുള്ളിയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വഴി എല്ലാം പുള്ളിയാണ്, എല്ലാം ഉപകാരം ചെയ്യുന്ന പുള്ളിയാണ്. കമ്പനിക്കട പാലം വഴി എല്ലാം പുള്ളിയാണ്. നമ്മുടെ ഏറ്റുമാനൂർ മണ്ഡലം നോക്കുകയാണെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥി VN വാസവനാണ്. അപ്പം VN വാസവന്റെ ഒരു വിജയ സാധ്യത എത്രത്തോളം ഉണ്ട്? അത് ഏറ്റവും കൂടുതൽ പുള്ളിയുള്ളൂ ഇവിടെ. അദ്ദേഹം തന്നെ ജയിക്കും. എനിക്ക് അറിയത്തുള്ളൂ. പിണറായി എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. VN വാസവന്റെ ഏറ്റുമാനൂർ മണ്ഡലത്തെ വെച്ച് നോക്കുമ്പം ഒരു സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ്, വിജയ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് പുള്ളിയെ വയ്ക്കുള്ളൂ. അദ്ദേഹം ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാമോ? അത് വഴി, പാലം, സ്കൂള് കെട്ടിടമെല്ലാം പുള്ളിയെല്ലാം പണിതിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് എല്ലാം പുള്ളിയാണ്. അത്ര പറയാൻ എല്ലാം ബിസിനസ്. ഏത് പ്രശ്നത്തിനും പുള്ളി ആ സെക്കൻഡ് അവിടെ ചാടി വരും. ഏറ്റുമാനൂരുകാർക്കിടയിൽ എപ്പോഴും VN വാസവന് തന്നെയാണ് സ്ഥാനമുള്ളത്. വാസവൻ ജയിക്കും, അതിനാണ് സംശയം. വള്ളപ്പാട് ജയിക്കും. അപ്പോൾ ചേട്ടാ, ഇപ്പം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അപ്പം നമ്മുടെ LDFന്റെ ഈ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ LDFന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് VN വാസവനാണ്. അപ്പം മന്ത്രിയും കൂടിയാണ്. അപ്പം VN വാസവന്റെ വിജയ സാധ്യത ഇത് ചേട്ടൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പുള്ളിക്ക് രണ്ടാമതാണ് ജയിക്കാൻ സാധ്യതയുണ്ട്. വികസന പ്രവർത്തനങ്ങൾ നല്ലോണം നടത്തിയിട്ടുണ്ട്. പിന്നെ പുതിയൊരു ഹോസ്പിറ്റൽ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഫയർഫോഴ്സ് അടുത്ത തവണ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റോഡുകളെല്ലാം നന്നാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സാധ്യത കൂടുതലും വാസവൻ ചേട്ടൻ. അപ്പം നിലവിലെ LDFന്റെ ഭരണത്തെ എങ്ങനെയാണ്? അപ്പം കേരളം മുഴുവൻ ഒരു LDFന്റെ ഭരണം വരാൻ ചാൻസ് ഉണ്ടോ? അത് പാടാം. എന്ന് വെച്ചാൽ ജനവികാരം എതിരാന്ന് തോന്നുന്നു. പക്ഷേ വാസവൻ ചേട്ടൻ ഇവിടെ ജയിക്കുന്നു ഉറപ്പ്. അപ്പം നിലവിലിപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് CPM BJP കൂട്ടുകെട്ടിൻ്റെ ഒരു സഖ്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുന്നു, 2 രീതിയിൽ ആലോചിക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അത് 2 കൂട്ടരും പറയുന്നുണ്ടല്ലോ അങ്ങോട്ട്. അതിനെ കുഴപ്പം. അപ്പോൾ VN വാസവൻ ഈ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? മുനിസിപ്പാലിറ്റി ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൻ്റെ പുതിയ കെട്ടിടം വന്നിട്ടുണ്ട്. പിന്നെ വേറെ കുറേ റോഡുകളൊക്കെ, അതിരമ്പുഴ റോഡ് ഇതെല്ലാം വികസിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ നല്ലൊരു താല്പര്യം ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഏറ്റുമാനൂർ പൊതുവെ പുള്ളി ജയിക്കുമെന്നുള്ള. അപ്പോൾ ചേട്ടാ, അപ്പം നമ്മുടെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഏത് പാർട്ടി വരുമെന്നാണ് ചേട്ടന് പേഴ്സണലായിട്ട് തോന്നുന്നത്? LDF അധികാരത്തിൽ വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഏറ്റവും LDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് VN വാസവനാണ്. അപ്പോൾ VN വാസവന്റെ ഒരു വിജയ സാധ്യത എത്രത്തോളം ഉണ്ട്? എനിക്ക് ഒരു 80% വിജയ സാധ്യതയുണ്ട്. കാരണം പുള്ളി ഏറ്റുമാനൂർ മണ്ഡലത്തിൽ അത്രയേറെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും കുറച്ച് വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ നിലവിലെ ഭരണത്തിൽ? മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്, പിന്നെ പാലങ്ങൾ, അല്ലാതെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളും. പക്ഷെ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDFന് വലിയ പരാജയമാണ് LDF നേരിട്ടത്. അപ്പം ആ ഒരു പരാജയത്തെ മറികടന്ന് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കാവോ? തീർച്ചയായും LDFന് തന്നെയാണ് ഇത് മുൻതൂക്കം ഉള്ളത്.
അങ്ങനെ തന്നെയാണ് കേരള ജനങ്ങൾ വിധി എഴുതുക. നിലവിലൊരു ആരോപണം എന്ന് പറയുന്നത് CPM-ഉം BJP-യും കൂട്ടുകെട്ടിന്റെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കോൺഗ്രസ്സുകാർക്ക് വേറൊന്നും പറയാനില്ലല്ലോ, ഒരു അഴിമതിയോ മറ്റുള്ളതൊന്നും പറയാനില്ല. അതുകൊണ്ട് രാവിലെ ആകുമ്പം ഡീലെന്ന് പറയുന്നതല്ലാതെ വേറെ എന്താണ് അവർക്ക് പറയാനുള്ളത്? ഏത് പത്രം നോക്കിയാലും ഡീലെന്നല്ലേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും പറയുന്നില്ലല്ലോ. LDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി ആരായിരിക്കും എന്തെങ്കിലും പ്രതീക്ഷ വല്ലതും ഉണ്ടോ? അത് പാർട്ടി തന്നെ ആയിരിക്കും തീരുമാനിക്കുക. ആരായിരിക്കണമെന്നാണ് ചേട്ടൻ്റെ ആഗ്രഹം? അത് വ്യക്തിപരമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, അത് പാർട്ടി തീരുമാനിക്കും. VN വാസവനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? പുള്ളി നല്ല വ്യക്തിയാണ്. എല്ലാ മണ്ഡലത്തിലെന്നല്ല, പൊതുവെ ദേവസ്വം ബോർഡിൻ്റെ ആയാലും ടൂറിസ്റ്റ് സഹകരണ വകുപ്പിലും എല്ലാം നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. പുള്ളിയെക്കുറിച്ച് അഴിമതി ആരോപണങ്ങളൊന്നും പറയാനില്ല. ശബരിമല സ്വർണ്ണം എന്ന് പറഞ്ഞാൽ പുള്ളിയല്ലല്ലോ. ശബരിമലയിൽ പുള്ളിക്ക് കയറി സ്വർണ്ണം എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. പിണറായി വിജയൻ 3-ാം ടേണിന് വരും. VM വാസവൻ വീണ്ടും ഇവിടെ ഏറ്റവും മണ്ഡലത്തിൽ MLA ആയി തിരഞ്ഞെടുക്കും. കാരണം എന്താണ് അവർ വിജയിക്കുമെന്ന് പറയാനുള്ളത്? കാരണം എന്താണ് അവർ വിജയിക്കുമെന്ന് പറയാനുള്ള കാരണം എന്താണ്? പുള്ളി ജയിക്കുന്നോ? പുള്ളി നല്ല വികസന പ്രവർത്തനമായി ഏറ്റവും മണ്ഡലത്തിൽ ചെയ്യുന്നത്. 10 വർഷമായിട്ട് സഖാബ് ബാസാവിന് ഇപ്പം മന്ത്രിയാണ്, ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്. ഇപ്പം മന്ത്രിയായിട്ടല്ലോ മത്സരിക്കുന്നത്, ഒരു ജനനേതാവായിട്ടാണ് മത്സരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് പറഞ്ഞ പോലെ സഖാബ് പിണറായി 3-ാം ടേണും കേരളത്തിൽ വരും. ഇപ്പോൾ 2000 രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഈ 2026 പെൻഷൻ കിട്ടുവാണെങ്കിൽ, മരണം കിട്ടുവാണെങ്കിൽ 2500 കൊടുക്കും. യാതൊരു സംശയമില്ല. വീണ്ടും ഓക്കെ. ചേട്ടാ, അപ്പോൾ നമ്മുടെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അപ്പം ഏറ്റുമാനൂർ മണ്ഡലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ LDF-ന്റെ ഏറ്റവും വലിയ കരുത്തുറ്റ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന VN വാസവനാണ്. അപ്പോൾ VN വാസവൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ എത്രമാത്രം വിജയ സാധ്യത കാണുന്നുണ്ട്? അത് ഇപ്പം ഇവിടുത്തെ പുരാതനം വെച്ച് VM വാസവനാണ് ഇവിടെ ജയിക്കേണ്ടത്. അത്യാവശ്യം അതിനല്ല NDF ആണ് വീണ്ടും അധികാരത്തിൽ വരും എന്നത് ആരും സംശയമില്ല. അക്കാര്യത്തിൽ VN വാസവൻ ഈ മണ്ഡലത്തിൽ എത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്? ഒത്തിരി എടുത്തു പറയേണ്ടതാണ്. അതിനുമ്പോഴത്തെ ആ റോഡ്, അതിനുമ്പോഴത്തെ റോഡ്, അതിനുമ്പോഴേ മാങ്ങാനത്തിന് തിരിയുന്ന റോഡ് അതുവരെ എല്ലാ കാര്യത്തിലും കുഴപ്പമില്ല. നല്ല ഡീസൻ്റായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കണം ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളെ തിരഞ്ഞെടുപ്പിക്കും. അടുത്ത നമ്മൾ അറിയാം, LDF വീണ്ടും കേരളത്തെ മുഴുവൻ വീണ്ടും ഒരു 3-ാം പിണറായി സർക്കാരിന്റെ ഭരണം ഉണ്ടാകുമെന്ന് തോന്നുന്നു. പിണറായി തന്നെ വരും, അത് തർക്കമില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പരാജയം അത് നമ്മൾ കണക്കൂട്ടിട്ട് കാര്യമില്ല. അതിങ്ങനെ ജനങ്ങൾ ഈ കള്ളും വെള്ളം കിട്ടുന്നതിന് അങ്ങോട്ട് പോകും. ഒരു 10,000 രൂപ ഒരു വീട്ടിൽ ഒരു വോട്ടിന് കൊടുത്താൽ അവരങ്ങോട്ട് വീഴും. അതല്ല ഇത്. വേറൊരു ആരോപണം എന്ന് പറയുന്നത് CPM BJP ഒരു കൂട്ടുകെട്ടെന്ന് പറയുന്ന ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും വിശ്വാസമുണ്ടോ? പിന്നെ ഇതുമായിട്ടൊരു ബാധകമല്ല. നമ്മൾ NDF-ആയിട്ട് യാതൊരു ബാധകമില്ല. അവർ കൂട്ടുകെട്ടിയാലും തുടർന്ന് വരാൻ പാടാ. മാറ്റം പോലെ ഒരു 40-45 സീറ്റുകൾ പിടിക്കുക എൻ്റെ LDF അധികാരത്തിൽ വന്ന ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന പ്രതീക്ഷ? അത് വരുമ്പോഴല്ലേ പറയാൻ പറ്റും. അത് ചേട്ടൻ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം? അഭിപ്രായമില്ല. അത് വരുമ്പോഴേ പറയാം. വരണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ലല്ലോ. കാരണം നമ്മൾ തൊഴിലാളിയാവില്ല, നമുക്ക് പറയാം. പാർട്ടിയുടെ ആളുമാണ്, അതുവരെ ഉള്ളത് ഉറപ്പാണ്. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം നടക്കാനിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഏറ്റുമാനൂർ മണ്ഡലത്തിലെ LDF-ന്റെ കരുത്തുറ്റ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് VN വാസവനാണ്. അപ്പോൾ VN വാസവൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ എത്രമാത്രം വിജയം കാണുന്നുണ്ട്? 60%. അതിനുള്ള കാരണം എന്താണ്? കാരണം നല്ല കാര്യങ്ങൾ ഏറ്റുമാനൂർ ഒത്തിരി ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നല്ല വ്യക്തിത്വമുള്ള ആൾ. ഒത്തിരി പരിപാടികൾ ഏറ്റുമാനൂർ ചെയ്തിട്ടുണ്ട്. എന്ത് പരിപാടിക്ക് വിളിച്ചാൽ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. പിന്നെ അത് തന്നെ നന്നായിട്ട് പെരുമാറി ഒന്ന്. പിന്നെ എതിർ സ്ഥാനാർത്ഥി അവർ കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് സ്ഥാനാർത്ഥിയെ കൊണ്ട് BJP ഇട്ടിട്ടുണ്ട്. ആ BJPക്ക് വോട്ട് അതെങ്ങനെയാലും മറിക്കാൻ അവരുദ്ദേശിക്കുന്നത്. പക്ഷെ അതൊന്നും നടക്കുകയല്ല. വാസവൻ ജയിച്ചിരിക്കും. അദ്ദേഹത്തെ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നന്നായിട്ട് നടന്നിട്ടുണ്ട് ഏറ്റുമാനൂർ. സകല പാലങ്ങളും സകല കലുങ്കളും വഴികളും എല്ലാം ഇതുപോലെ തന്നെ വൃത്തിയായിട്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വൃത്തിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്നും പറഞ്ഞാൽ ജയിക്കണമെന്നില്ലല്ലോ. അത് കുറേ വർഗീയ പാർട്ടികൾ വർഗീയത തീരുമാനിച്ചുകൊണ്ട് വോട്ട് ചെയ്താൽ ജയിക്കുകയില്ല. പക്ഷേ അല്ല 90% ജയിക്കും. ഇപ്പം നിലവിൽ ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം ഉയർത്തിയ ഒരു ആരോപണം എന്ന് പറയുന്നത് CPM BJP കൂട്ടുകെട്ടിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ നുണ പറയുന്ന ഒരു വ്യക്തി പറയുന്നത് കേട്ട് ജനം അതുമെല്ലാം വിശ്വസിക്കും. അതൊന്നും ജനം വിശ്വസിക്കുകയില്ല.
പക്ഷേ എന്നും പറഞ്ഞ് 10 പ്രാവശ്യം കള്ളത്തരം പറയുമ്പോൾ ഒരു 2 പേരേലും വിശ്വസിക്കുകയല്ലേ. അതിനുവേണ്ടി അവർ മൊത്തം ഇങ്ങനെ കള്ളത്തരം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാതെ വേറെ എന്നതാ ഇവിടെ എന്നതാണെങ്കിലും ഇവിടെ തല്ലിക്കൊല്ലുന്നത് മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടീനെയാണ് BJP കൊല്ലുന്നത്. ആ BJP ഇവർക്ക് വോട്ട് ചെയ്യും. അവർക്ക് ഒറ്റ വൈരാഗ്യമല്ലേ ഉള്ളൂ, മാർക്സിസ്റ്റ് പാർട്ടി ഭരണം വരുന്നത്. കോൺഗ്രസ് വന്നാൽ അവർക്ക് വിലക്കെടുക്കാവുന്നു, പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയെ വിലക്കെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും BJP ഇടതുപക്ഷത്തിന് സപ്പോർട്ട് ചെയ്യത്തില്ല. ഇപ്പൊ പക്ഷെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF വൻ പരാജയമായിരുന്നു നേരിട്ടത്. അപ്പം അത് LDF വ്യക്തിപരമായ വോട്ടല്ലേ, അതിവിടെ സാധാരണക്കാരൻ്റെ എൻ്റെ അയൽവക്കത്തുള്ളവർ എനിക്കല്ല വോട്ട് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള വ്യക്തിബന്ധങ്ങളും ഉള്ള ഒറ്റ കാരണമുള്ളൂ, വേറൊന്നുമില്ല. ഈ തിരഞ്ഞെടുപ്പിൽ എന്തായാലും LDF തന്നെ അധികാരത്തിൽ വരും, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അത് എനിക്കും ഇത് കള്ളത്തരം പറയുന്നത് 10 കള്ളത്തരം സതീശൻ പറയുമ്പോൾ 2 പേരെങ്കിലും വിശ്വസിക്കുകയല്ലേ. അതുകൊണ്ട് അത് പറയാൻ പറ്റിയല്ല. എന്നാലും കറക്റ്റ് 60% ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം VN വാസവൻ ഈ മണ്ഡലത്തിൽ നടത്തിയ എന്തെങ്കിലും കുറച്ച് വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാമോ? എല്ലാം മൊത്തം അവർക്ക് വികസനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ പറഞ്ഞ മെഡിക്കൽ കോളേജ് തന്നെ എടുത്താൽ മതി. മെഡിക്കൽ കോളേജ് എൻ്റെ അവസ്ഥ തന്നെ മാറിപ്പോയല്ലോ. കഴിഞ്ഞ ദിവസം സംക്രാന്തി മിനിസ്റ്റർ പറഞ്ഞു, സംക്രാന്തി നോക്കുമ്പോഴത്തേക്ക് മെഡിക്കൽ കോളേജ് ആ റോഡൊക്കെ എന്നാ അതിൽ പറയാൻ എന്നാ വികസനമാണ്. ഇതുപോലൊരു വികസനം ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. ആ സംക്രാന്തി ഒന്ന് നോക്കിയാൽ മതി, മെഡിക്കൽ കോളേജ് വരെ കാണാം. ആ മെഡിക്കൽ കോളേജിൽ എന്തെല്ലാം പരിപാടികളാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് CPM BJP കൂട്ടുകെട്ട് സഖ്യം ഉണ്ടെന്ന്. അപ്പൊ അതിനോട് എങ്ങനെയാണ് അതിനൊക്കെ കള്ളത്തരം പറയുള്ളൂ, കള്ളത്തരം മാത്രമേ സതീശൻ എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട്? നല്ല കാര്യം പറഞ്ഞിട്ടില്ല. ഒറ്റ പരിപാടി വാസൻ വൻപച്ച ഭൂഷണം ഇവിടെ ജയിച്ചിരിക്കും. ഇപ്പം LDF ഇപ്പൊ അധികാരത്തിൽ വരികയാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ? അല്ല LDF വരുവാണെങ്കിൽ പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരുവാണെങ്കിൽ ആര് മുഖ്യമന്ത്രി? അത് ഞങ്ങളെ പോളിറ്റ് ബ്യൂറോയില്ലേ, പിണറായി പോളിറ്റ് ബ്യൂറോ മെമ്പറാ. അവർ ഒരു അവലോകനം ചെയ്തിട്ട് അവർ കൺട്രോൾ ചെയ്യും. അതാ ഇപ്പം തേനിയിൽ മുഖ്യമന്ത്രിയാ പിണറായി. നമുക്കൊരു നേതാവുണ്ടോ ഡൽഹിയിൽ സഹാബി MIB അവരെല്ലാം കമ്മിന് ഒരു പോളിറ്റ് ഒരു ആലോചിച്ച് ഒരു മുഖ്യമന്ത്രി കൊടുക്കും. എന്നാൽ അവരൊരു അവലോകനം ചെയ്യും. നിങ്ങളുടെ ആഗ്രഹം എന്താ, പിണറായി തന്നെ വരണമെന്നാണോ? പിണറായി തന്നെ വരും, ഒരു പോളിറ്റ് വരെ കൂടും. നമ്മുടെ ഈ കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു ഉണ്ടല്ലോ ഡൽഹിയിൽ, ആ ഇവിടെ മെയിനായി കോടിക്കുന്ന് സുരേഷ്, അവരെല്ലാം കർണാടകത്തിൽ എത്ര ലക്ഷം രൂപ കമ്മിയത്. ഇപ്പം സ്വർണം കെട്ടുന്ന പഞ്ചായത്ത് ഇലക്ഷൻ ഞങ്ങൾക്ക് ഇപ്പോൾ LDF ഇച്ചിരി ദൂഷ്യം വന്നെങ്കിൽ ഈ സ്വർണം കെട്ടാണെങ്കിൽ പോയിട്ട് ഉൾപ്പെടെ ഈ സോണിയാഗാന്ധി വീട്ടിൽ പോകാൻ ആരാ പറ്റേ? ഈ ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് അത്ര പോലും പോലീസ് ഓട്ടോറിഷൻ ഇല്ല. ഈ സോണിയാഗാന്ധി വീട്ടിൽ ഒരു ഈച്ച പോലും കയറിയില്ല. ഈ സ്വർണം കട്ടാവനും ഈ എഴുത്തവനും എല്ലാം സോണിയാഗാന്ധി വീട്ടിൽ പോയി. അങ്ങനെ കൊടിക്കുന്ന് സുരേഷ്, KC വേണുഗോപാൽ, അല്ലെങ്കിൽ സോണിയാഗാന്ധി വീട്ടിൽ പറ്റുക. ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് അത്ര പോലീസ് ഓട്ടോറിഷൻ ഇല്ല. അത്ര കൊട്ടേഷൻ സോണിയാഗാന്ധി കൊടുത്തില്ല. ആ വീട്ടിൽ കയറണമെങ്കിൽ എങ്ങനെയാ? കർണാടകത്തിൽ എല്ലാവരാ പഠിക്കുന്നത്. കർണാടകം അവരെല്ലാം കൂടി കളിച്ച സോണിയാഗാന്ധി വീട്ടിൽ പോയ പുള്ളിക്കാരിയോട് ഇമേജ് പോയില്ലേ? കഴിഞ്ഞ പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ഒരു പരാജയമാണല്ലോ നേരിട്ടത്, നല്ല പരാജയമായിരുന്നു നേരിട്ടത്. അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ പരാജയം നികത്തുമെന്ന് തോന്നുന്നുണ്ടോ? അതിനുള്ള സാധ്യതയുണ്ടോ? 2021 അല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പില് അയ്യപ്പന്റെ വിഷയം സഖാക്കള് സ്വർണം കാട്ടുന്ന പറഞ്ഞല്ലേ, UDF പാടിക്കാനൊക്കെ അടിച്ചിറക്കിയില്ലേ? അത് ഞങ്ങൾക്ക് UDF അതെ ഞങ്ങൾക്ക് ഇച്ചിരി ദൂഷം വന്നു. എന്താണെന്ന് ജില്ലാ പഞ്ചായത്ത് 14, അത് 7 ആകുള്ളൂ.